വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങിയിട്ടുള്ള ഒരു 4 പ്രൊഡക്റ്റിൻ്റെ ഒരു റാൻഡം ഹോൾ വീഡിയോ ആണ് ഇന്ന്. 2 പ്രൊഡക്റ്റ് ഓൺലൈനായിട്ടും 2 പ്രൊഡക്റ്റ് ഓഫ്ലൈനായിട്ടുമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ട്രൈപോഡാണ്. ഇത് സെൽഫി സ്റ്റിക്കായിട്ടും ഫോൺ സ്റ്റാൻഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. മീഷോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ട്രൈപോഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ നല്ല എളുപ്പമാണ്. പിന്നെ തീരെ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിങ്ങനെ നിവർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. നമുക്കൊരു ടേബിളിൻ്റെ കോർണറിലൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ സേവ് ദ ഡേറ്റ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ അത്യാവശ്യം ഒരു ഹൈറ്റൊക്കെ ഉണ്ട്. ഈ ഒരു ഹോൾഡറിൽ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിന്മേൽ തന്നെ ബ്ലൂടൂത്ത് ബട്ടൺ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു ചെറിയ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചാർജർ കൂടെ ഉണ്ട്. ഈ ഒരു റേറ്റിന് നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണിത്. ഇത്രയും ലോ പ്രൈസിൽ ഇത്ര ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഒരു മേക്കപ്പ് പൗച്ചാണ്. ഇതും മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇത് ഞാൻ കിട്ടുമ്പോൾ നല്ല ചെറുതാവും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത്യാവശ്യം നല്ല വലുപ്പമുണ്ടായിരുന്നു കേട്ടോ. ഇത് മേക്കപ്പ് പ്രൊഡക്റ്റ് മാത്രമല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ ഇങ്ങനത്തെ പൗച്ച് നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു ബാഗിന്. ഇതിൻ്റെ സൈഡൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ്. നമുക്ക് ഉള്ളിൽ വെച്ച ഐറ്റംസൊക്കെ നമുക്ക് പുറത്തുനിന്ന് കാണാം. പിന്നെ മേക്കപ്പ് പ്രൊഡക്റ്റൊക്കെ നമ്മൾ ഇതിൽ വെക്കുമ്പോൾ നമുക്ക് മേക്കപ്പൊക്കെ അതിലൊക്കെ ആവാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബാഗാണ് കേട്ടത്. അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഇതിൽ വെക്കാം. ഇത് രണ്ടാണ് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഓഫ്ലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ കാണിക്കുന്നത്. വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിനൊക്കെ വേണ്ടി വാങ്ങിച്ചതാണ് ഈ ഒരു മാറ്റ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് വീഡിയോ ബാക്ക്ഗ്രൗണ്ടായി യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയായി തോന്നിയിട്ടുണ്ട് കേട്ടോ. മുന്നേ ഒരു പർച്ചേസിങ് വ്ളോഗ് ചെയ്തിരുന്നല്ലോ, അതിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണിത്. ഓൺലൈനായിട്ട് മീഷോയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൽ റേറ്റ് കുറവായി കിട്ടുന്നുണ്ട്. ഞാനിത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ച് വെച്ചതാണ്. ആ ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ള നെക്സ്റ്റ് പ്രൊഡക്റ്റാണിത്. ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഈ ഒരു പേപ്പർ ട്രിമ്മർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റേറ്റ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈസ് ഇത് A3 ആണ് കേട്ടോ. A4 ആയിട്ടും വരുന്നുണ്ട്. ഞാൻ A3 ആണ് വാങ്ങിയത്. അത് ഇതിൽ റേറ്റ് കുറവായിട്ടാണുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ പേപ്പർ വെച്ചെടുത്തിട്ട് ഇതിങ്ങനെ നീക്കി കൊടുക്കുമ്പോഴാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ കാണുന്ന സ്കെയിൽ മുകളിലേക്ക് നീക്കിയിട്ട് അതിൻ്റെ അടിയിൽ ആയിട്ട് പേപ്പർ വെക്കുകയാണ് ചെയ്യുന്നത്. താഴെ കട്ടാവണ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഈ ഒരു ട്രിമ്മർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ചായി. ഇപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയി. പക്ഷേ ഓൺലൈനായി വാങ്ങുമ്പോൾ ബ്ലേഡും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഉണ്ടാവുമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഓഫ്ലൈനായി പോയി വാങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഇതിലേതെങ്കിലും പ്രൊഡക്റ്റ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്താൽ മതി.